കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോളെയും കൊണ്ട് ഉണ്ണിമോള് അങ്ങോട്ട് പോവാണ്. ഉണ്ണിമോളോട് പോയേക്ക് തമ്പുരുമോളോട് പറഞ്ഞു, അതെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ചെറിയച്ഛനെ കുറിച്ച് ആ മാമന്മാര് ചോദിച്ചിരിക്കുന്നേ. ഒരുപക്ഷെ ചെറിയച്ഛന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് മുത്തശ്ശീനെ ചെറിയമ്മേനെയൊക്കെ അറിയിക്കണം. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അവരുടെ ഫോൺ നമ്പറും എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? പെട്ടെന്ന് തമ്പുരുമോളിന്റെ മുഖം കണ്ട പുണ്ണിമോൾക്ക് മനസ്സിലായി. തമ്പുരുമോളോട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ, ഞാൻ തന്നെ ഇട്ടിട്ട് പോവാനൊന്നും പോകുന്നില്ല, നീ അത് ഓർത്ത് പേടിക്കണ്ട. പക്ഷെ അത് ഓർത്തിട്ടൊക്കെ എനിക്ക് ടെൻഷൻ കാണാൻ ഞാൻ നിന്നോട് പറഞ്ഞു പോയതാന്ന് പറയണം. അങ്ങനെ പറഞ്ഞു, ബാ നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്, ബ്രഹ്മരക്ഷസ് ഇരിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടതും തമ്പുരു പെട്ടെന്ന് ഞെട്ടി പറിച്ച് വേറെ ഇങ്ങനെ വിളർത്തിട്ട് പേടി കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴത്തേനും ഉണ്ണിമോള് പറഞ്ഞു, എന്തിനാ തമ്പുരുമോളെ പേടിക്കണേ? അത് അപ്പൂപ്പനെ ഇരിക്കണേ, ഇവിടെ കാണാമെന്ന് അപ്പൂപ്പനല്ലേ, അപ്പൂപ്പനെ എന്തിനാ പേടിക്കണേ? എനിക്ക് അപ്പൂപ്പനെ പേടിയില്ലോ എന്ന് പറയണേ. പക്ഷെ ബ്രഹ്മരക്ഷ എന്നുള്ള കാര്യം തമ്പുരുനല്ലേ അറിയത്തുള്ളൂ. തമ്പുരുടെ ബലം പിടിച്ചു നിൽക്കണം. ബാ നമുക്ക് അപ്പൂപ്പന്റെ അടുത്തേക്ക് പാ, അപ്പൂപ്പനോട് ചോദിക്കാം, എന്തേലും മാർഗം ഉണ്ടോ എന്ന് ചോദിക്കാം എന്ന് നമ്മൾ തമ്പുരിന്റെ കയ്യെ പിടിച്ചു വലിച്ചിട്ട് തമ്പുര് പോകാൻ കൂട്ടാക്കിയില്ല. പേടിക്കണ്ട, ഈ ഉണ്ണിമോളല്ലേ കൂടെ ഉള്ളത്, പിന്നെ എന്തിനാ പേടിക്കണേ, ഇങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് തമ്പുരിന്റെ കയ്യെ പിടിച്ച് ബലമായിട്ട് ബ്രഹ്മരക്ഷന്റെ അടുത്തേക്ക് കൊണ്ടേലുമാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായ അപ്പൂപ്പന്? ഇതാണ് തമ്പുരു. ഞാൻ തമ്പുരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്നാ എനിക്ക് തോന്നണേ. അപ്പൂപ്പ തമ്പുരുന്ന് പേര് വേണേ എങ്ങനെയാ? ഇവള് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവൾക്ക് പാട്ട് പാടാൻ പറ്റില്ലെന്നേ. എന്താണെന്നറിയാവോ? ഇവളുടെ സംസാരശേഷി പോയേക്കുക. ഒരു ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളാണ് തമ്പുരിന്റെ സംസാരശേഷി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ചെയ്യാത്ത തെറ്റിന് അയാൾ തമ്പുരിനെ ക്രൂശിച്ചോണ്ടിരിക്കുക. അറിഞ്ഞോ അറിയാതെയോ ഒരു ലോക്കറ്റ് തമ്പുരുവിന്റെ തലേ വീണു. അതിന്റെ പേരിലാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപ്പം പറഞ്ഞു, വെറുതെ അല്ലല്ലോ, അവൾ അങ്ങനെ ഒരു കൃത്യം ചെയ്തുകൊണ്ടല്ലേ, അതെങ്ങനെ ശരിയാവും? ആ ബ്രഹ്മരക്ഷസ് ഒരു മണ്ടന, അയാൾക്ക് ബുദ്ധിയില്ലേ? അല്ലെങ്കിൽ അയാള് ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഇപ്പൊ അപ്പൂപ്പനെ പോലെ അറിവുള്ള ആളാണെങ്കിൽ അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അറിയാതെ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണം. കേട്ടപ്പം ബ്രഹ്മരക്ഷന്റെ മുഖം അങ്ങോട്ട് മാറി. അപ്പൂപ്പ എന്തേലും മാർഗമുണ്ടോ തമ്പുരനെ രക്ഷിക്കാനായിട്ട്? ആ ബ്രഹ്മരക്ഷസിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അപ്പൂപ്പന്? എന്തേലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് തമ്പുരനെ രക്ഷിക്കണമെന്ന് പറയാം. പാപം തമ്പുരു സംസാരിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും ബ്രഹ്മരക്ഷസ് പറഞ്ഞു, ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അല്ല എന്ത് മാർഗമാ? ആ ലോക്കറ്റ് അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. അതെങ്ങനെയാ അപ്പൂപ്പ ശരിയാന്നേ? അത് അവളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയില്ലേ, അതിനിപ്പോ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് കേട്ടപ്പോൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വർഷത്തോളം മാത്രമേ ബ്രഹ്മരക്ഷസിന് ഇവിടെ കഴിയാൻ പറ്റുള്ളൂ. ഒരു വർഷം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ അയാള് എന്ത് ചെയ്യുമെന്ന് ഉണ്ണിമോൾക്ക് അറിയാവെന്ന് ചോദിക്കുകയാണ്. അല്ല എന്ത് ചെയ്യുമെന്ന് അപ്പവും പറഞ്ഞേ. ഇവൾക്കിപ്പം സംസാരശേഷി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇവളുടെ കണ്ണിന്റെ കാഴ്ചയും കൂടെ അങ്ങ് പോവും. ആ ലോക്കറ്റ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഇവൾക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടും. ഇവൾക്ക് ചിത്തഭ്രമം ബാധിക്കും എന്ന് പറയണം. ചിത്തഭ്രമോ? അതെന്താ അപ്പൂപ്പ ചിത്തഭ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഭ്രാന്ത് പിടിക്കൂന്ന്. ഇതും പറഞ്ഞുകൊണ്ട് ബ്രഹ്മരക്ഷസം കൂടെ എഴുന്നേക്കുവാണ്. തമ്പൂരിന്റെ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഉണ്ണിമോൾക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. അല്ല അപ്പൂപ്പ, അപ്പൂപ്പന് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കണം. അതെ, ബ്രഹ്മരക്ഷസ് ഉണ്ടല്ലോ ഇവളുടെ ഉള്ളിൽ പ്രവേശിച്ച് ഇവൾക്ക് ഭ്രാന്താക്കി മാറ്റൂന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുവാണ്. ഉണ്ണിമോള് പറഞ്ഞു, എന്റെ ദൈവമേ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗിരിദേവന്റെ അടുത്തേക്ക് പോയാലോ? ഗിരിദേവന്റെ അടുത്ത് പോയി പറയാന്ന് പറയാണ്. അവൻ അങ്ങനെ ആ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോവാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പുറത്തെ മുറിയിലാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രാജീവിന്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെയാലും രക്ഷപ്പെടാം, അല്ല ശരിയാവത്തില്ല. അങ്ങനെ ബാഗ് കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ഫ്രണ്ട്സ് അവിടെ ഇരുന്ന, ഫ്രണ്ട്സ് അല്ല സോറി, ഗുണ്ടകൾ അവിടെ ഇരുന്നിട്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദൈവമേ പോകാൻ പറ്റില്ല, ഇവന്മാരെ കണ്ണു പിടിച്ച് എങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റും? എങ്ങനെയാലും രക്ഷപ്പെട്ടില്ലെങ്കിൽ തനിക്കിനി ഒരു ജീവിതം ഉണ്ടാവില്ല. അവന്മാരുടെ കൈ കിട്ടിയാൽ തന്നെ ഇല്ലാതാക്കും. പക്ഷെ എന്താ ഒരു പോംവഴി? അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഗിരിദേവന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഉണ്ണിമോളും തമ്പുരും കൂടെ അങ്ങോട്ട് വരുന്നേ. ഉണ്ണിമോള് ചെറിയച്ഛനെ കണ്ടു. ചെറിയച്ഛ, ചെറിയച്ഛൻ എങ്ങനെ ഇവിടെ? ഉണ്ണിമോളെ, ഉണ്ണിമോള് വന്നതിന്റെ അതൊക്കെ ഞാൻ പറയാം, ഞാൻ എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ പറയാം. അല്ല എന്റെ കൂടെ ഞാൻ മാത്രമല്ല, ഗിരിദേവനും ഇവിടെ ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് അല്ല ഗിരിദേവനും ബാബരും എവിടെയുള്ളത്? ബാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോൾ അവരെയും കൂട്ടിക്കൂടി ഗിരിദേവന്റെ അടുക്കിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ചെറിയച്ഛന്, ചെറിയച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറെ മാമ്മമാര് വന്ന് എന്നോട് ചെറിയച്ഛനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയച്ഛനോട് ഉള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഗിരിദേവ എന്ന് പറയാണ്. ഇപ്പോഴാണ് ഞാൻ ചെറിയച്ഛനെ കണ്ടത്. ചെറിയച്ഛൻ എന്തോ ആപത്തിൽ പെട്ടിരിക്കുക.
ചെറിയച്ഛനെ രക്ഷിക്കണം ഗിരിദേവ എന്ന് പറയാണ്. പിന്നീട് ഗിരിദേവൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നൊരു കള്ളക്കഥ തന്നെ അങ്ങോട്ട് പറയുവാണ് രാജീവൻ പറഞ്ഞു, അതെ ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പലിശക്കാരന് കൊടുക്കാൻ പണമില്ല, എന്ത് ചെയ്യണമെന്ന് കുറേ ബിസിനസ്സുകളൊക്കെ ചെയ്തു നോക്കി, അതെല്ലാം പൊട്ടി പാളീസായിപ്പോയി. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് വീട് വിട്ടിറങ്ങിയത്. വീട് വിട്ടിറങ്ങി അവസാനം ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറയാണ്. പക്ഷേങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് ചുറ്റിക്കണയാനായിട്ട് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് പുറത്തിരിക്കുന്ന ഗുണ്ടകൾ, അവന്മാർ നല്ല മദ്യലഹരിയിലായിരുന്നു. അവന്മാർ എന്നെ വെറുതെ ഒരു കാരണമില്ലാതെ എന്നെ ചീത്ത പറഞ്ഞു. അതിന്റെ പേരിൽ ഞങ്ങൾ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അവരെന്നെ കൊല്ലൂന്നും പറഞ്ഞിട്ട് എന്റെ പുറകെ കൂടിയിരിക്കുക. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പെട്ടത്. അവന്മാരുടെ കണ്ണിപ്പെടാതെ എനിക്ക് രക്ഷപ്പെടണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾക്ക് വിശ്വാസമായി. ഉണ്ണിമോൾക്ക് അവിശ്വസിക്കേണ്ട കാര്യമല്ലോ. പക്ഷെ ഗിരിദേവൻ ചോദിച്ചു, ഇത് ഏത് സിനിമയിലെ കഥയാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രാജു ചോദിച്ചു, അല്ല ഗിരിദേവൻ എന്താ അങ്ങനെ പറഞ്ഞ? പാവര് പറഞ്ഞു, അതെ ഗിരിദേവന്റെ അടുത്ത് കള്ളം പറയാൻ നോക്കണ്ട, ഗിരിദേവൻ മനസ്സ് വായിക്കുന്ന ആളാ, ആരെന്ത് കള്ളം പറഞ്ഞാലും അതൊക്കെ ഗിരിദേവൻ അറിയാന്ന് പറയാണ്. രാജ്യം പറഞ്ഞു, ഞാൻ കള്ളത്തരമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. കള്ളത്തരം പറഞ്ഞിട്ടില്ല, അത് വെറും തോന്നല് മാത്രമല്ലേ. ഒരു കാര്യം സത്യമാണ്, പണം ഇല്ലായിരുന്ന കയ്യില് പലിശക്കാരന് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ വീട് വിട്ടിറങ്ങിയത്, അവിടെ വരെയുള്ള കാര്യം സത്യമാണെന്ന് പറയണം. ഉണ്ണിമോള് വെച്ച് ഗിരിദേവൻ എന്താ പറയണേ, എന്നൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം. അതെ ബാക്കി കഥകള് ഞാൻ പറയാന്ന് പറയണം. പിന്നീട് രാജുവിന്റെ അടുത്തേക്ക് എന്നിട്ട് രാജുവിന്റെ മുഖത്ത് നോക്കിയ ആ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാണ്. എന്താണ് രാജുവിന് ഇത്രയും കാലം സംഭവിച്ചതെന്നുള്ള ആ സത്യം വെളിപ്പെടുകയാണ്. രാജീവൻ വീട് വിട്ടിറങ്ങിയിട്ട് നേരെ പോയൊരു ഫ്രണ്ടിനെ കാണാനായിട്ടിരുന്നു. ആ കൂട്ടുകാരൻ നേരെ എന്ത് ചെയ്യണം, ഗോവയിലേക്ക് കൊണ്ടുപോവാണ്. ഗോവയിൽ ചെന്നിട്ട് കുറച്ച് പൈസ കൊള്ളപ്പലിശയ്ക്ക് വാങ്ങി ആ കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നേരെ ക്യാസിനോ എന്ന ചീട്ടുകളി സങ്കേതത്തിലേക്ക് പോയത്. അവിടെ പോയി കളിച്ചു, കുറെ അവന്മാരുടെ കൂടെ കളിച്ച് നല്ല രാശി തന്നെ ഉണ്ടായിരുന്നു. കളിച്ച് നല്ല പണമൊക്കെ കൈ കിട്ടി. അങ്ങനെ കടം വീട്ടാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ എന്ത് ചെയ്യണം, ആ പൈസയും കൊണ്ട് അവിടുന്ന് മുങ്ങാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. കിട്ടിയ പൈസ ബാഗിലാക്കിയിട്ട് അവിടുന്ന് കടന്നു കളയാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരെന്ത് ചെയ്തു, അവന്മാർ വിട്ടില്ല. അവന്മാർ പുറകെ കൂടി പിടിച്ചു നിർത്താൻ തുടങ്ങിയപ്പോൾ രാജീവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഓടി ഇവിടെ എത്തിയെന്ന് പറയാണ്. പക്ഷേങ്കിൽ ആ കളിക്കൊരു പ്രത്യേകതയുണ്ട്. ചൂതുകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നഷ്ടം ആർക്ക് സംഭവിച്ചോ അവർ കളി നിർത്തണം, അവർ കളി മതിയെന്ന് പറയണം. അതുവരെ കളി തുടർന്നുകൊണ്ടേ ഇരിക്കണം. പക്ഷേങ്കിൽ പൈസ കിട്ടിക്കുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകാൻ പാടില്ല, കളി പകുതിയാക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് അവന്മാർ പിന്തുടർന്ന് വന്നേക്കുന്നത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രാജീവൻ ചോദിച്ചു, ഗിരിദേവൻ ഇതൊക്കെ എങ്ങനെയാ മനസ്സിലായത്? ഓ അവന്മാർ ഗിരിദേവനോട് പറഞ്ഞതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് കേട്ടപ്പോ വാവര് പറഞ്ഞു, അല്ല ചെറിയച്ഛന്റെ അമ്മ തന്നെ പറഞ്ഞിട്ടില്ലേ, ഗിരിദേവൻ സാധാരണ കുട്ടിയല്ല, അത്ഭുത സിദ്ധിയുള്ള കുട്ടിയാണ്, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന്. അങ്ങനെ അറിയാൻ സാധിച്ച അല്ല സ്വന്തം അമ്മയുടെ വാക്കുകൾ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജീവിന് മനസ്സിലായി ഗിരിദേവൻ എന്തോ ഒക്കെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഗിരിദേവ എന്നെ രക്ഷിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഇല്ല രക്ഷിക്കണേ ഒരേ ഒരു മാർഗമുള്ളൂ, ഈ ബാഗ് കൂടി ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പുറത്ത് കിടക്കുവാണെങ്കിൽ രക്ഷ നേടാന്ന് പറയാണ്. അതെങ്ങനെ ശരിയാവും? ഞാനിത് ആരും കൊന്നിട്ടും മോഷ്ടിച്ചൊന്നും അല്ലല്ലോ, കട്ടും മോഷ്ടിച്ചൊന്നും പണമല്ല, ഇതെനിക്ക് അവകാശപ്പെട്ട പണമാണ്. പിന്നെ എന്തിനാ ഞാനിത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ബാബര് പറഞ്ഞു, പണം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നല്ലേ ഗിരിദേവൻ പറഞ്ഞേ. ഗിരിദേവനോട് സഹായം അഭ്യർത്ഥിച്ചു. ഗിരിദേവൻ ആരാന്നാ പറയണേ? അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാന്നല്ലേ പറഞ്ഞേ. അപ്പൊ അയ്യപ്പസ്വാമിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഗിരിദേവന് ചെയ്യത്തില്ല എന്ന് പറയണം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, കലിയുഗവരതന് ഈ ചൂതുകളി വെറുക്കപ്പെട്ടതാണ്. ചൂത് കളിക്കുന്നവർ അവരെ സഹായിക്കാൻ കലിയുഗവരതന് സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകിയേക്കുന്ന പണം അതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് കലിയുഗവരൻ ഒരിക്കലും സഹായിക്കില്ല. അതുകൊണ്ട് ഈ പണം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനേ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും രാജീവൻ പറഞ്ഞു, ശരി ഗിരിദേവൻ എന്നെ സഹായിക്കണ്ട, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നോക്കട്ടെ, ഞാൻ അങ്ങ് ചെല്ലട്ടെ, എനിക്ക് ആരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ ഒന്നും മറുപടി പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് ദേവികമ്മയുടെ മടി തല വെച്ച് കിടക്കുവാണ്. അനുപമയ്ക്ക് നല്ല പനിയാണ്. അപ്പൊ തിരുമേനി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ പനിക്കുള്ള മരുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ഒരു കൊച്ചിനെ കൊണ്ട് വാങ്ങിപ്പിച്ച ഇത് കൊടുക്കാൻ പറയണം. ദേവിയമ്മയുടെ 2 കണ്ണുകളും നിറഞ്ഞു വന്നു. അതെ ഇവിടെ വരുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിന് വിഷമം, രാജീവൻ എന്തോ രാജീവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. പക്ഷെ ജ്യോത്സ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവളുടെ മനസ്സ് ആകെപ്പാടെ തളർന്നുപോയി. തിരുമേനി ഇവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവൾക്ക് ഇപ്പോഴത്തെ ഈ വയ്യായിക ഉണ്ടായെന്ന് പറയണം. ഇത് കൊടുക്കാനും പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് പോവാണ്.
പക്ഷെ ദേവയമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ദേവയമ്മ മനോരി പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ രാജീവനൊരു ആപത്തും വരുത്തല്ലേ, ഇവളുടെ മംഗല്യയോഗം അതൊരിക്കലും നഷ്ടപ്പെടല്ല. എനിക്ക് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ 4 മക്കളെ എൻ്റെ അടുത്തുണ്ടാണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവരെ കണ്ടിട്ട് എനിക്ക് മരിക്കണം എന്ന് ആഗ്രഹം. അതിനുള്ള അനുഗ്രഹം ദേവി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ തിരുമേനോട് ചോദിച്ചായിരുന്നു ഗിരിദേവനെ കുറിച്ചോ അവരെ ഉണ്ണിമോളെ കുറിച്ചൊക്കെ അറിവുണ്ട്, അവരെങ്ങോട്ടാ പോയെന്ന് അറിയാവുന്ന. പക്ഷെ തിരുമേനിക്ക് അറിയില്ലെന്ന് പറയുകയും ചെയ്തായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവികമ്മ ഇങ്ങനെ മനം ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.